ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നാടൻ വിഭവമായ കപ്പ പുഴുങ്ങിയതാണ്. അപ്പോൾ വൈകിട്ട് 4 മണിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്, എല്ലാവരും ഉണ്ടാക്കുന്നതുമാണ്. അപ്പോൾ 4 മണിക്ക് കഴിക്കാനായിട്ട് നമുക്ക് കപ്പ പുഴുങ്ങിയതും കട്ടൻ ചായയും ഉള്ളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമോ? അപ്പോൾ പുഴുങ്ങാനുള്ള കപ്പ ഞാൻ വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിൽ വെച്ച് വേവിച്ച് എടുക്കാം. അപ്പോൾ കപ്പ ഞാൻ ഒരു പാത്രത്തിൽ അടുപ്പിൽ വച്ചിട്ടുണ്ട്. അതിന് അവിടെ ഇരുന്ന് നല്ലപോലെ തിളക്കട്ടെ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ ഒരു ഉള്ളിച്ചമ്മന്തി, അതായത് ഉള്ളി പച്ചമുളകും കൂടിയൊക്കെ ഇട്ട് വെച്ച ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കപ്പ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്കത് ഒരു വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമതൊരു വെള്ളം കൂടെ ഒഴിക്കണം. അപ്പോഴത്തേക്കും വെന്ത് വരും. ഇനി നമുക്ക് അതിൻ്റെയൊരു മുളക് ചമ്മന്തി, മുളകും ചെറിയ ഉള്ളിയും ഉപ്പും ലേശം പുളിയും വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും മുളകും എല്ലാം കൂടി നമുക്ക് ഇടിയലിൽ വെച്ച് ചതച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. അതിൻ്റെ പരുവത്തിന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കപ്പയ്ക്കുള്ള ചമ്മന്തി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയും കൂടി റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ കപ്പ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കടുകൊക്കെ വറുത്തിട്ട് കൊണ്ട് വരാം. അപ്പോൾ കപ്പയിലേക്ക് ഞാൻ തേങ്ങ തിരുമ്മി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകും കൂടെ വറുത്ത് ഒഴിക്കാം. അപ്പോൾ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു. കടുക് എണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി ഒരു കട്ടൻ ചായയും കൂടെ ഇട്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ നാടൻ വിഭവമായ, മലയാളികളുടെ ഇഷ്ടവിഭവമായ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി അല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തിയും നല്ല ചൂട് കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ഞാനും ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. ഇപ്പോൾ കപ്പ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.